പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അമിതവണ്ണം അല്ലെ ഭാരം കുറയ്ക്കുന്നതിനെ പറ്റിയാണ്. കാരണം കേരളത്തിലെ ഏതാണ്ട് 40% ആൾക്കാരും അമിതവണ്ണമുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ മറ്റൊരു കൂട്ടരുണ്ട്. അതായത് ഭാരം കൂട്ടുവാൻ ശ്രമിക്കുന്നവർ. പഠിച്ച പണി 18 നോക്കിയിട്ടും പരാജിതരാകുന്നവരാണ് അവരിൽ കൂടുതലും. അവർക്ക് അതിൻ്റെതായ മനപ്രയാസമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം. ദേശീയ ആരോഗ്യ കുടുംബ സർവേയുടെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ കുട്ടികളിൽ ഏതാണ്ട് 15.8% ആൾക്കാരും സാധാരണ തൂക്കത്തിൽ കുറവുള്ളവരാണ് എന്നാണ്. തൂക്കം കുറവുള്ള പുരുഷന്മാരും സ്ത്രീകളും ഏതാണ്ട് 10% കൂടുതൽ വരുന്നുണ്ടത്രേ. ഈ തൂക്കം കുറവുള്ളവർ അല്ലെങ്കിൽ തൂക്കം കൂട്ടണം എന്ന് ആഗ്രഹിച്ച് ഡോക്ടറെ സമീപിക്കുന്നവർ കൂടുതലും ചെറുപ്പക്കാരാണ്. അതായത് ചെറുപ്പക്കാരായ പുരുഷന്മാരിലാണ് ഇത് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവർക്ക് അത് പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് തൂക്കം കൂട്ടാത്തത് കൊണ്ട് അവർക്ക് അതിൻ്റെതായ മനപ്രയാസങ്ങളുണ്ട്, അവർക്ക് അപകർഷതാ ബോധമുണ്ട്. അവർ മറ്റു കുട്ടികൾ ചിലപ്പോൾ അവരെ കളിയാക്കുന്നു, അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ മടി കാണിക്കുന്നു. അതുപോലെ തന്നെ അവർ മറ്റ് സോഷ്യൽ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്നില്ല, കളിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ അവരുടെ പഠിത്തത്തെ പോലും അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നിരവധി ആരോഗ്യം, സൗന്ദര്യം, പഠനം തുടങ്ങിയ പല തലത്തിലും ഇത് അവരെ ബാധിക്കുന്നുണ്ട്. ഇത് ആൺകുട്ടികളിൽ മാത്രമല്ല, ചില പെൺകുട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പല പെൺകുട്ടികളും എത്ര ശ്രമിച്ചിട്ടും അവർക്കും വണ്ണം വെക്കാൻ കഴിയുന്നില്ല. അവരുടെ മാതാപിതാക്കൾക്കാണ് ഇത് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ പലപ്പോഴും ഡോക്ടറെ സമീപിച്ച് അവർ പറയുന്നത് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ കഞ്ഞി വെക്കുന്ന വീട്ടിലെ ആണെന്ന് തോന്നുകയില്ല, അല്പം ഒന്ന് മിനുസുവാൻ വേണ്ടിയുള്ള അല്പം വണ്ണം വെക്കുവാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മരുന്നുകളുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനു മുമ്പ് അവർ മറ്റൊരു ചോദ്യം കൂടെ ചിലരോട് ചോദിക്കും. അതായത് ഈ പെൺകൊച്ചിനെ മറ്റൊരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കേണ്ടതാണ്. പലപ്പോഴും വിവാഹാലോചന വരുമ്പോഴും ഈ വണ്ണക്കുറവ് അല്ലെ ഭാരക്കുറവ് പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് കൂട്ടരായിട്ട് നമുക്ക് ഇങ്ങനെ വണ്ണം കുറവുള്ളവരെ നമുക്ക് വിഭജിക്കാം. അതിൽ ആദ്യത്തെ കൂട്ടർ എന്തൊക്കെ പരിശ്രമിച്ചിട്ടും അവരുടെ തൂക്കം കൂടുന്നില്ല. തൂക്കക്കുറവുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ സന്ദർഭത്തിൽ. അതായത് ഒരാളുടെ പൊക്കത്തിനനുസരിച്ചാണ് അവർക്ക് വണ്ണം അല്ലെ തൂക്കം വരേണ്ടത്. സാധാരണ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊക്കത്തിൻ്റെ സെൻറ്റിമീറ്ററിൽ ആണെങ്കിൽ അതിൽ നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കും അവരുടെ സാധാരണ തൂക്കം വേണ്ടത്. സ്ത്രീകളാണെങ്കിൽ അത് 105 കുറച്ച് കിട്ടുന്ന സംഖ്യയാണ്. തൂക്കം കൂട്ടണം എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുക്കൽ എത്തുന്നതിൽ മിക്കവരും പുരുഷന്മാരാണ്. അതായത് പ്രായം കുറഞ്ഞ പുരുഷന്മാർ. 25 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇത് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത്. കാരണം കുട്ടികളിലും അതുപോലെ തന്നെ 25 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരിലും അവരുടെ മെറ്റബോളിക് റേറ്റ് സാധാരണ കൂടുതലാണ്. അതായത് അവർ സാധാരണ ആഹാരം കഴിക്കുന്നു, അല്ലെ മറ്റുള്ളവർ കഴിക്കുന്നത് പോലെ തന്നെ ആഹാരം കഴിക്കുന്നു, എങ്കിലും ചിലപ്പോൾ അവർക്ക് തൂക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. അവരുടെ കലോറിക് റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഭക്ഷണം കിട്ടുന്നില്ല. അതായത് മറ്റുള്ളവർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചെങ്കിലേ അവരുടെ കലോറിക് റിക്വയർമെൻറ്റ് സാധ്യമാവുകയുള്ളൂ. അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ തൂക്കം വർദ്ധിക്കുകയുള്ളൂ, അവർക്ക് വണ്ണം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ 25 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ 25 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് തൂക്കം തനിയെ തന്നെ വന്നുകൊള്ളും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തൂക്കക്കുറവ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അണ്ടർ ന്യൂട്രീഷനാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ദരിദ്ര കുടുംബത്തിൽ പെട്ട കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ആഹാരം ദിവസേന കിട്ടുന്നില്ല. അതായത് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയും. അതായത് ആവശ്യത്തിന് ആഹാരം കിട്ടുന്നില്ലാത്ത ഒരവസ്ഥ. അത് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണെങ്കിലും വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അത് വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം മാൽ ന്യൂട്രീഷനാണ്. അതായത് അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നില്ല. അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അതാണ് മാൽ ന്യൂട്രീഷൻ. അവർക്ക് കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കാം, പലർക്കും പ്രോട്ടീൻ വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം മാൽ ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത്. പിന്നെ പലപ്പോഴും ഇതൊരു പാരമ്പര്യ സ്വഭാവമുണ്ട്. നമ്മൾ എത്രയൊക്കെ ആഹാരം കഴിച്ചാലും ചിലർക്ക് വണ്ണം വെക്കുകയില്ല. അത് അതിനകത്ത് പാരമ്പര്യ ഘടകം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില രോഗാവസ്ഥകളിൽ നമ്മുടെ തൂക്കം കുറഞ്ഞു പോകും. ചില രോഗങ്ങൾ, ഉദാഹരണമായിട്ട് TB അല്ലെ ക്യാൻസർ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർക്ക് അവർക്ക് അതുവരെ നോർമൽ വെയിറ്റ് ആയിരുന്നെങ്കിലും പെട്ടെന്ന് അവരുടെ തൂക്കം കുറയുന്നു. അതായത് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ 2-3 കിലോ തൂക്കം കുറയുന്നു, പെട്ടെന്ന് കുറയുന്നു. തൂക്കം വെക്കാൻ പിന്നെ സാധിക്കുന്നില്ല. അതൊക്കെ ചിലപ്പം ചില രോഗാവസ്ഥകളുടെ കാരണം കൊണ്ടായിരിക്കാം.
അപ്പോൾ അതങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ച് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഹോർമോൺ ലെവലിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമുക്ക് തൂക്കക്കുറവിന് കാരണമാകാം. ഉദാഹരണമായിട്ട് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൂടുതൽ പ്രവർത്തനം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തൂക്കം കുറയും. അവരുടെ തൂക്കം അവർ സാധാരണഗതിയിൽ കൂടുതൽ ആഹാരം കഴിച്ചാലും അവർക്ക് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ഓൾഡ് ഏജാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളും മന്ദീഭവിക്കും, നമ്മുടെ പേശികൾ ചെറുതായി പോകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വിശപ്പില്ലായ്മ വരുന്നു, അവർ ആഹാരം കഴിക്കുന്ന എമൗണ്ട് കുറയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തൂക്കവും കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് വിശപ്പില്ലായ്മയാണ്. ചിലർക്ക് വിശപ്പില്ലാത്തത് കൊണ്ട് അവർ ആഹാരം കഴിക്കുന്നില്ല, അതും ചിലപ്പോൾ തൂക്കക്കുറവിന് കാരണമാകാം. അപ്പോൾ തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടറെ സമീപിക്കുന്ന പലരും ആദ്യം തന്നെ ചോദിക്കുന്നത് തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്നുണ്ട്. പക്ഷേ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് തൂക്കം വർദ്ധിപ്പിക്കാനുള്ള നാച്ചുറൽ വേയ്സ് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും മരുന്ന് വേണം. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൂടുതൽ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മരുന്ന് വേണം. ക്യാൻസർ ആണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്ക് തൂക്കം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനബോളിക് സ്റ്റിറോയിഡ് എന്നൊരു കൂട്ടം മരുന്നുണ്ട്. അത് അവരുടെ മസിൽ മാസ് വർദ്ധിക്കും, അവരുടെ തൂക്കവും കൂടും. സാധാരണ ഡോക്ടർമാർ ഇത് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഓൾഡ് ഏജിലുണ്ട്, അതുപോലെ തന്നെ ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ് ഉള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ആനബോളിക് സ്റ്റിറോയിഡ് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ചില അത്ലറ്റ്സുകളൊക്കെ നിങ്ങൾ പേപ്പറിൽ വായിച്ച് കാണാം, അവരൊക്കെ ഇങ്ങനെയുള്ള ആനബോളിക് സ്റ്റിറോയിഡ് മരുന്ന് കുത്തിവെച്ചിട്ടാണ് ചിലപ്പോൾ അവരുടെ പ്രത്യേക ഗെയിംസിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ പങ്കെടുക്കുന്നത്. അപ്പോൾ ആനബോളിക് സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ആനബോളിക് സ്റ്റിറോയിഡ് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. മറ്റു ചിലരുണ്ട് പ്രോട്ടീൻ പൗഡർ വണ്ണം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ. അതും ശരിയായ ഒരു കാര്യമല്ല. നമുക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം ശരിക്കുമില്ല. പ്രോട്ടീൻ പൗഡർ ഡോക്ടർമാർ കുറിച്ച് കൊടുക്കുന്ന ഒന്നെങ്കിൽ പ്രമേഹമുള്ളവർക്ക് കൊടുക്കും, പ്രായം ചെന്നവർക്ക് കൊടുക്കും, ചില പ്രത്യേക ഡിസീസ് ഉള്ളവർക്ക് കൊടുക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കണം. കൊടുത്താലേ അവർക്കത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പ്രോട്ടീൻ പൗഡർ ആവശ്യമില്ല. പ്രോട്ടീൻ അവർക്ക് ആവശ്യമുള്ളിടത്തോളം അവർ ഫുഡിൽ നിന്ന് തന്നെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരൊക്കെ ബീഫ്, മട്ടന്, പോർക്ക് തുടങ്ങിയതിനകത്ത് പ്രോട്ടീൻ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസിനകത്ത് ചില ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, ഇതിനകത്തൊക്കെ പ്രോട്ടീൻ ധാരാളമുണ്ട്. പിന്നെ ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന തൂക്കക്കുറവിന്, അതായത് അണ്ടർ ന്യൂട്രീഷൻ, പ്രത്യേകിച്ച് കുട്ടികളിലുണ്ടാകുന്നത്, അവർക്ക് ശരിക്കുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തൂക്കം പെട്ടെന്ന് വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ, അതായത് ചില പോഷകങ്ങൾ മാത്രം കുറവുള്ളവർക്ക് ആ പോഷകങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തൂക്കം വർദ്ധിപ്പിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് തൂക്കം വർദ്ധിപ്പിക്കുവാൻ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. റെഡ് മീറ്റിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെ കൊഴുപ്പ് കൂടുതലായിട്ടുണ്ട്, പ്രോട്ടീനും കൂടുതലുണ്ട്. അപ്പം ഈ തൂക്കക്കുറവുള്ളവർ അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം കഴിക്കുക. മുട്ടയ്ക്കകത്തുണ്ട്, മുട്ട ഏറ്റവും നല്ലതാണ്. ഫിഷിനകത്തുണ്ട്. പിന്നെ ഈ മട്ടൺ കഴിക്കുന്നവർക്ക് അതിൻ്റെ ലിവർ എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് കഴിക്കുന്നത് കൊഴുപ്പ് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ്. അത് തൂക്കം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഫിഷ് കഴിക്കുമ്പോൾ ലിവർ കഴിക്കാം, അതിൻ്റെ ബ്രെയിൻ കഴിക്കാം, അതിൻ്റെ കിഡ്നി കഴിക്കാം. അപ്പോൾ എണ്ണയുടെ ഉപയോഗം അതുപോലെ തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജങ്ക് ഫുഡുകളാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും. ഉദാഹരണമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പപ്സ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ വണ്ണം വെക്കും. അതിനകത്ത് കൊഴുപ്പ് കൂടുതലുണ്ട്. ആ കൊഴുപ്പ് കൂടുതലായിട്ട് ചെന്ന് കഴിയുമ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടും. അതൊക്കെ വണ്ണം വെക്കുവാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വണ്ണം കുറയ്ക്കുക പിന്നെ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വണ്ണം എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് നല്ലത്. പിന്നെ ഞാൻ ആദ്യം പോലെ സൂചിപ്പിച്ച പോലെ മറ്റു പല പ്രശ്നങ്ങൾ ഇതിലുള്ളതുകൊണ്ട് തൂക്കം തീരെ കുറവുള്ളവർ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ഭക്ഷണ പദാർത്ഥം നമ്മൾ പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളാണ്. അതിനകത്തും കൊഴുപ്പ് ധാരാളമുണ്ട്. അത് നമുക്ക് വണ്ണം വെക്കുവാൻ നമ്മളെ സഹായിക്കും. പിന്നെ വിശപ്പ് കുറവുള്ള ചിലരുണ്ട്. വിശപ്പ് കുറവുള്ളവർക്ക് വിശപ്പ് ഉണ്ടാകാനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പാങ്ക്രിയാസിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പം പാങ്ക്രിയാറ്റിക് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അത് ചിലപ്പോൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ കുട്ടികളിലാണെങ്കിൽ പലപ്പോഴും ഈ വിരശല്യം കാണും. ചിലപ്പോൾ അത് നമുക്ക് തൂക്കക്കുറവിന് കാരണമാകാം. അങ്ങനെയുള്ളവർക്ക് ആൻറ്റി ഹെൽമെന്തിക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വ്യായാമം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും ഒക്കെ വ്യായാമം ചെയ്യുന്നത് തൂക്കം കുറയ്ക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് തൂക്കം കൂട്ടുവാനും വ്യായാമം അത്യാവശ്യമാണ്. നമ്മൾ എല്ലാ ദിവസവും എയറോബിക് വ്യായാമങ്ങൾ ചെയ്യണം. അതായത് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ചെയ്യണം, അല്ലെങ്കിൽ നീന്തൽ ചെയ്യണം, അല്ലെങ്കിൽ എയറോബിക് ഡാൻസ് ചെയ്യണം. 45 മിനിറ്റ് എല്ലാ തൂക്കം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇത് ചെയ്യണം. എന്നാലേ ഹാർട്ടിനൊക്കെയുള്ള നല്ല ആരോഗ്യം ലഭ്യമാകുകയുള്ളൂ. പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്ട്രെനുവസ് എക്സർസൈസ് ചെയ്യരുത്. അതായത് നിങ്ങൾ നടക്കുന്നതേ കുഴപ്പമില്ല, പക്ഷേ ഓടുന്നത് ഒരു സ്ട്രെനുവസ് എക്സർസൈസാണ്. അതായത് കൂടുതൽ ശക്തിയുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എയറോബിക് എക്സർസൈസ് മാത്രം ചെയ്താൽ പോരാ, ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമവും ചെയ്യണം. മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് 2 പ്രയോജനം കിട്ടും. അതായത് മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേശികളുടെ വലിപ്പം വർദ്ധിപ്പിക്കും.
പേശികളുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ണം വെച്ചതായിട്ട് തോന്നും. ഇത് മാത്രമല്ല, മറ്റൊന്നുകൂടെ ഉണ്ട്. നിങ്ങളുടെ ബോഡി ഷേപ്പ് നല്ലപോലെ ആകണമെങ്കിൽ ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യണം, പ്രത്യേകിച്ച് അപ്പർ ബോഡിയിലുള്ളത്. എയറോബിക് വ്യായാമങ്ങൾ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലിലെ പേശികൾക്ക് മാത്രമേ വ്യായാമം കിട്ടുന്നുള്ളൂ. അപ്പോൾ അപ്പർ ബോഡിയിലുള്ള പേശികളെ പ്രവർത്തിപ്പിക്കുക, അതിനു വേണ്ടിയുള്ള റെസിസ്റ്റൻസ് എക്സർസൈസ് അല്ലെ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് നിങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബോഡി ഷേപ്പ് കൂടും, നിങ്ങളുടെ വലിപ്പം കൂടും, നിങ്ങളുടെ വെയിറ്റ് കൂടും. അപ്പോൾ ഭാരം കുറവുള്ളവർക്ക് നിങ്ങൾക്ക് എങ്ങനെ അല്പമെങ്കിലും തൂക്കം വർദ്ധിപ്പിക്കാം എന്നതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.